Welcome to BSc Physics 9, Semester 6, Paper 3, Optics, Classical and Modern Optics. Paper 3 of BSc Physics 9, Semester 6. Unit 1 is interference. We start with interference. Paper 3 of Semester 6. Unit 1, interference of light. So the first question is, what is interference of light? A definition. The modification in the distribution of light due to the superposition of two or more light waves is called interference. The modification in the distribution of light due to the superposition of two or more light waves. That is called interference. രണ്ടോ അതിൽ കൂടുതലോ ലൈറ്റ് വേവ്സ് പ്രകാശ തരംഗങ്ങൾ ഒരുമിച്ച് പതിക്കുമ്പോൾ, സൂപ്പർ ഇമ്പോസ് ചെയ്യുമ്പോൾ, ഒന്ന് മറ്റൊന്നിൻ്റെ പുറത്ത് പതിക്കുമ്പോൾ അതിൻ്റെ ഡിസ്ട്രിബ്യൂഷനിൽ, വിതരണത്തിൽ ഉണ്ടാകുന്ന മാറ്റം, ആ മാറ്റത്തെ വിളിക്കുന്ന പേരാണ് ഇൻ്റർഫറൻസ്. രണ്ടോ അതിൽ കൂടുതലോ പ്രകാശ തരംഗങ്ങൾ ഒന്ന് മറ്റൊന്നിൻ്റെ പുറത്ത് പതിക്കുമ്പോൾ പ്രകാശത്തിൻ്റെ വിതരണത്തിൽ ഉണ്ടാകുന്ന മാറ്റം. ദ മോഡിഫിക്കേഷൻ ഇൻ ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ലൈറ്റ് ഡ്യൂ ടു ദി സൂപ്പർപൊസിഷൻ ഓഫ് ടു ഓർ മോർ ലൈറ്റ് വേവ്സ് ഈസ് കോൾഡ് ഇൻ്റർഫറൻസ്. അത് ഇത്രയേ ഉള്ളൂ. അത് നമുക്ക് ഇങ്ങനെ പറയാൻ പറ്റും. ഇപ്പോൾ നമ്മളൊരു വിളക്കിന് താഴെ, ഒരു ലൈറ്റിന് താഴെ ഒരു ബുക്ക് പിടിച്ച് വായിക്കുകയാണെങ്കിൽ ആ ബുക്കിൽ കുറേ വെളിച്ചം കിട്ടും, ആ പേപ്പറിൽ കുറേ വെളിച്ചം ഉണ്ടാകും. ആ ലൈറ്റ് ഓഫ് ചെയ്തിട്ട് വേറെ ലൈറ്റ് തെളിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ പ്രകാശം ബുക്കിനകത്ത് കിട്ടും. ഈ രണ്ട് ലൈറ്റ് ഒരുമിച്ച് ഇലുമിനേറ്റ് ചെയ്താൽ രണ്ട് ബൾബുകളും, ഒരു റൂമിലുള്ള രണ്ട് ബൾബുകളും ഒരുമിച്ച് ഇലുമിനേറ്റ് ചെയ്താൽ ബുക്കിൻ്റെ പേപ്പറിൽ കൂടുതൽ വെളിച്ചം, ആ ഉടനെ ഉണ്ടാക്കുന്നതിനേക്കാൾ കൂടുതൽ വെളിച്ചം ഉണ്ടാക്കും. എന്നാൽ ഇവിടെ പറയുന്നത് ഈ രണ്ട് ലൈറ്റ് സോഴ്സുകളും പ്രത്യേകം തയ്യാറാക്കിയതാണ്. കൊഹറൻ്റ് എന്ന് പറയും, കൊഹറൻറ്റ്. അപ്പോൾ ഞാൻ കാര്യങ്ങളൊന്ന് എക്സാജറേറ്റ് പറയുകയാണ്. കുറച്ചുകൂടി നമ്മൾ ക്ലിയറായിട്ട് വ്യക്തമായിട്ട് പറയേണ്ടി വരും. എങ്കിൽ ഇങ്ങനെ പറയണം, ഈ രണ്ട് ബൾബുകളും രണ്ട് സോഴ്സുകളും പ്രത്യേകം തയ്യാറാക്കിയ സോഴ്സ് ആണെങ്കിൽ അവയെ വിളിക്കുന്ന പേരാണ് കൊഹറൻ്റ് സോഴ്സ്. കൊഹറൻ്റ്, COHERENT. ഇവരുടെ കൊഹറൻ്റ് സോഴ്സുകളാണെങ്കിൽ, ലാമ്പുകളാണെങ്കിൽ, സ്ലിറ്റുകളാണെങ്കിൽ ആ പേപ്പറിൽ ലൈറ്റ് മാക്സിമം കിട്ടുന്നതിന് പകരം ഡാർക്കും ബ്രൈറ്റും ബാൻഡുകളായിട്ട് പ്രത്യക്ഷപ്പെടും. ലൈറ്റ് ആ പേപ്പറിൽ അല്ലെങ്കിൽ സ്ക്രീനിൽ ഡാർക്കും ബ്രൈറ്റും ബാൻഡുകളായിട്ട് പ്രത്യക്ഷമാകും. അതായത് ലൈറ്റിൻ്റെ ഡിസ്ട്രിബ്യൂഷനിൽ ഒരു മാറ്റം, ഒരു മോഡിഫിക്കേഷൻ ഉണ്ടാകും. അങ്ങനെ ഉണ്ടാകുന്നതിനാണ് ഇൻ്റർഫറൻസ് എന്ന് പറയുന്നത്. അത് നമ്മൾ പ്രത്യേകം എക്സ്പ്ലെയിൻ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ രണ്ട് കൊഹറൻറ്റ് സോഴ്സ് വെച്ചാൽ അതിന് സമീപത്തുള്ള സ്ക്രീനിൽ ലൈറ്റ് ഡാർക്ക് ബാൻഡും ബ്രൈറ്റ് ബാൻഡുമായിട്ട് പ്രത്യക്ഷപ്പെടുക, ലൈറ്റിൻ്റെ വിതരണത്തിൽ ഒരു മാറ്റമുണ്ടാകുക, ആ മാറ്റത്തെ വിളിക്കുന്ന പേരാണ് ഇൻ്റർഫറൻസ്. ദ മോഡിഫിക്കേഷൻ ഇൻ ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ലൈറ്റ് ഡ്യൂ ടു ദി സൂപ്പർപൊസിഷൻ ഓഫ് ടു ഓർ മോർ ലൈറ്റ് വേവ്സ്. രണ്ടോ അതിൽ കൂടുതലോ ലൈറ്റ് വേവ്സ് ഒന്ന് മറ്റൊന്നിൻ്റെ പുറത്ത് പതിക്കുമ്പോൾ പ്രകാശത്തിൻ്റെ ഡിസ്ട്രിബ്യൂഷനിൽ ഉണ്ടാകുന്ന ഒരു ചേഞ്ച്, അത് ഇൻ്റർഫറൻസ് എന്ന് പറയാം. അത് നമുക്ക് വളരെ കൃത്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം ഇങ്ങനെ. അപ്പോൾ അത് പഠിക്കുന്നതിന് നമ്മൾ ഈ ഇൻ്റർഫറൻസ് ഉണ്ടാകുന്നതിന് കണ്ടീഷനൊക്കെ ഉണ്ട്. വെറുതെ രണ്ട് ലാമ്പുകൾ, ഞാൻ മുമ്പ് പറഞ്ഞ പോലെ വെറുതെ രണ്ട് ലാമ്പുകൾ ഒരു റൂമിൽ ഇലുമിനേറ്റ് ചെയ്താൽ അത് ഇൻ്റർഫറൻസ് സൃഷ്ടിക്കില്ല. ഇൻ്റർഫറൻസ് ഉണ്ടാകണമെങ്കിൽ അതിന് കണ്ടീഷനുണ്ട്. എന്തൊക്കെയാണ് കണ്ടീഷൻ നോക്കി? കണ്ടീഷൻസ് ഫോർ ഇൻ്റർഫറൻസ്. ഇത് ക്വസ്റ്റനാണ് പരീക്ഷയുടെ. വാട്ട് ആർ ദി കണ്ടീഷൻസ് ഫോർ ഇൻ്റർഫറൻസ്? ദി കണ്ടീഷൻസ് ഫോർ ഇൻ്റർഫറൻസ് ആർ: 1. The sources must be coherent. Number 2, they must be close and narrow. അപ്പോൾ ഇൻ്റർഫറൻസിൻ്റെ രണ്ട് പ്രധാനപ്പെട്ട കണ്ടീഷൻസ് ആണ്. ഒന്നാമത്തത്, സോഴ്സുകൾ കൊഹറൻ്റ് ആയിരിക്കണം. മാത്രമല്ല അത് വളരെ നേർത്തതും വളരെ അടുത്തടുത്ത് ഇരിക്കുന്നതുമായിരിക്കണം. ദ സോഴ്സസ് മസ്റ്റ് ബി കൊഹറൻറ്റ് ആർ ദേ മസ്റ്റ് ബി ക്ലോസ് ആൻഡ് നാരോ. അപ്പോൾ ഇത് പറയുമ്പോൾ എന്താണ് ഈ കൊഹറൻ്റ് സോഴ്സ് എന്നൊരു സംശയം നമുക്ക് വരും. അപ്പോൾ ആ കൊഹറൻ്റ് സോഴ്സാണ് താഴെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. കൊഹറൻ്റ് സോഴ്സസ് ആർ സോഴ്സസ്. സോഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു സ്ലിറ്റ് സോഴ്സ്, ഒരു ലാമ്പ് പോലെ അങ്ങ് വിചാരിച്ചാൽ മതി. കൊഹറൻ്റ് സോഴ്സസ് ആർ സോഴ്സസ് എമിറ്റിംഗ് ലൈറ്റ് ഓഫ് സെയിം വേവ് ലെങ്ത് ആൻഡ് ആംപ്ലിറ്റ്യൂഡ് ഹാവിങ് എ കോൺസ്റ്റൻറ്റ് ഫേസ് ഡിഫറൻസ് ഓർ നോട്ട്.
Coherent sources are sources emitting light of same wavelength and amplitude having a constant phase difference or not. Two independent sources will be always incoherent. അപ്പോൾ രണ്ട് ലൈറ്റ് സോഴ്സ്, അവയിൽ നിന്നുള്ള ലൈറ്റ് അവയുടെ വേവ് ലെങ്ത് സെയിം ആണെങ്കിൽ, ആംപ്ലിറ്റ്യൂഡ്, ലൈറ്റിന് ആംപ്ലിറ്റ്യൂഡ് ഉണ്ട്, സെയിം ആണെങ്കിൽ ഫേസ് മാറാം. ഇപ്പോൾ ഒമേഗ ടി ഒക്കെ മാറാം, ഫേസ് മാറാതിരിക്കാം. ആംപ്ലിറ്റ്യൂഡും വേവ് ലെങ്തും ലൈറ്റിൻ്റെത് രണ്ട് സോഴ്സിൽ നിന്ന് വരുന്നത് സെയിം ആണെങ്കിൽ അത്തരം സോഴ്സുകളെ വിളിക്കുന്ന പേരാണ് കോറന്റ് സോഴ്സ്. ടു ഇൻഡിപെൻഡൻറ്റ് സോഴ്സ്, രണ്ട് പ്രത്യേക സോഴ്സുകൾ, പ്രത്യേക ലാമ്പുകൾ, രണ്ട് പ്രത്യേക ക്യാൻഡിലുകൾ, അവ കൊഹറൻ്റ് ആയിരിക്കത്തില്ല. ദേ ആർ നോട്ട് കൊഹറൻ്റ്, ദേ ആർ ഇൻകൊഹറൻ്റ്. അപ്പോൾ എങ്ങനെ കോറന്റ് സോഴ്സുകൾ നിർമ്മിക്കും? അത് നമ്മുടെ അടുത്തൊരു ക്വസ്റ്റ്യനാണ്. ഹൗ വിൽ യു പ്രൊഡ്യൂസ് കോറന്റ് സോഴ്സ്? ഒരു ക്വസ്റ്റ്യനാണ്. അപ്പോൾ ഇത്രയും മനസ്സിലാക്കൂ. ദ കണ്ടീഷൻസ് ഫോർ ഇൻ്റർഫറൻസ് ആർ: 1. The sources must be coherent. Number 2. They must be close and narrow. Coherent sources are sources emitting light of same wavelength and amplitude having a constant phase difference or not. Two independent sources will be always incoherent, not coherent. അപ്പോൾ അടുത്ത ചോദ്യം വരുന്നതാണ്, ഹൗ വിൽ യു പ്രൊഡ്യൂസ് കോറന്റ് സോഴ്സ്? എങ്ങനെ കോറന്റ് സോഴ്സ് നിർമ്മിക്കുക? അപ്പോൾ അതിൻ്റെ ഒരു എക്സ്പ്ലനേഷനാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. കോറന്റ് സോഴ്സ് നിർമ്മിതിയാണ്. യൂസ് ചെയ്ത ഫിഗർ, ആ ചിത്രം നോക്കുക. അവിടെ എസ് എന്ന് പറഞ്ഞൊരു സ്ലിറ്റ്, മോണോക്രോമാറ്റിക് ലൈറ്റ്, അതായത് ലാംഡ വേവ് ലെങ്ത് ഉള്ള ലൈറ്റ്, സിംഗിൾ വേവ് ലെങ്താണ്. എക്സാമ്പിളായിട്ട് നമ്മൾ എടുക്കുന്നത് സോഡിയം യെല്ലോ ലൈറ്റാണ്. സോഡിയം യെല്ലോ ലൈറ്റിൽ നമുക്കൊരു സിംഗിൾ വേവ് ലെങ്തായിട്ട് തൽക്കാലം വിചാരിക്കാം. 5893 ആങ്സ്ട്രം, അതാണ് സോഡിയം യെല്ലോ ലൈറ്റിൻ്റെ വേവ് ലെങ്ത്. 5893 ആങ്സ്ട്രം. അപ്പോൾ അങ്ങനെയുള്ള ഒരു സിംഗിൾ വേവ് ലെങ്തുള്ള ലൈറ്റ് കൊണ്ട് സ്ലിറ്റ് ഇല്യൂമിനേറ്റ് ചെയ്തിരിക്കുകയാണ്. എന്താ സ്ലിറ്റ് എന്ന് പറഞ്ഞാൽ, കാർഡ് ബോർഡിൽ നീളത്തിൽ നമ്മളൊരു ദൂരം വെട്ടിവെച്ചാൽ, റെക്റ്റാങ്കുലറായിട്ട് ഒരു ദൂരം വെട്ടിയെടുത്താൽ അതിനെ വിളിക്കുന്ന പേരാണ് സ്ലിറ്റ്. അപ്പോൾ ഈ കാർഡ് ബോർഡിൻ്റെ തൊട്ട് പുറകിൽ നമ്മളൊരു സോഡിയം വേപ്പർ ലാമ്പ് വെച്ചിട്ട് ലൈറ്റ് ഈ കാർഡ് ബോർഡിൻ്റെ സ്ലിറ്റിലൂടെ കടന്നു വരണം. അതാണ് സ്ലിറ്റ് സോഴ്സ്. എന്നിട്ട് അതിൻ്റെ മുന്നിൽ ഇതേപോലെ ഒരു കാർഡ് ബോർഡിൽ മറ്റ് രണ്ട് സ്ലിറ്റുകൾ വെട്ടിവെക്കണം, എയും ബിയും. അപ്പോൾ ഈ ലൈറ്റ് വന്നിട്ട് എയിൽ കൂടിയും ബിയിൽ കൂടിയും പുറത്തേക്ക് വരും. അന്നേരം എയും ബിയും കോഹറൻ്റ് ആയിരിക്കും. അപ്പോൾ എങ്ങനെയാണ് ഒരു സ്ലിറ്റിനെ നമ്മൾ സോഡിയം ലൈറ്റ്, മോണോക്രോമാറ്റിക് ലൈറ്റ് എന്ന് പറഞ്ഞാൽ എ ലൈറ്റ് ഓഫ് സിംഗിൾ വേവ് ലെങ്ത്, അതുകൊണ്ട് ഇല്യൂമിനേറ്റ് ചെയ്യണം. ആ ലൈറ്റ് മറ്റ് രണ്ട് അഡീഷണൽ സ്ലിറ്റിനകത്തൊരു കടത്തി വിടണം. അപ്പോൾ ഈ അഡീഷണൽ സ്ലിറ്റുകൾ എയും ബിയും കൊഹറൻ്റ് ആയിരിക്കും. അതാണ് ഇവിടെ പറയുന്നത്. എ സ്ലിറ്റ് എസ് ഈസ് illuminated by monochromatic light. The light derived from the slit is passed through two other cells and B will act as coherent sources. അപ്പോൾ അതിൽ നമ്മൾ എസ് കാണിച്ചിട്ടുണ്ട്, എ ബി കാണിച്ചിട്ടുണ്ട്, അതിൽ താഴെ എഴുതിയിട്ടുണ്ട് എ ആൻഡ് ബി സ്ലിറ്റ്സ് ഓർ പിൻ ഹോൾസ്. പിന്നുകൊണ്ട് ദൂരം ഉണ്ടാക്കിയാലും മതി. ഈ സ്ലിറ്റ് നേരിട്ട് റെക്റ്റാങ്കുലറായിട്ട് വെട്ടുന്നതിന് പകരം. അപ്പോൾ എങ്ങനെയാണ്? എ സ്ലിറ്റ് എസ് ഈസ് ഇല്യൂമിനേറ്റഡ് വിത്ത് മോണോക്രോമാറ്റിക് ലൈറ്റ്. ദ ലൈറ്റ് കമ്മിങ് ഫ്രം ദി സ്ലിറ്റ് ഈസ് പാസ്ഡ് ത്രൂ ടു അതർ സ്ലിറ്റ്സ് എ ആൻഡ് ബി. എ ആൻഡ് ബി വിൽ ആക്ട് ആസ് കോഹറന്റ് സോഴ്സസ്. അപ്പോൾ നമ്മൾ ഇങ്ങോട്ട് മാറ്റി, ആ എയിൽ നിന്നും ബിയിൽ നിന്നും കുറച്ച് മാറ്റി ഒരു സ്ക്രീൻ പിടിക്കുകയാണെങ്കിൽ ആ സ്ക്രീനിൽ ഇൻ്റർഫറൻസ് പാറ്റേൺ കിട്ടും, ഇൻ്റർഫറൻസ് ഫ്രിഞ്ച് സിസ്റ്റം കിട്ടും. ഫ്രിഞ്ച് എന്ന് പറയും. ഇൻ്റർഫറൻസ് ബാൻഡ്സിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് ഇൻ്റർഫറൻസ് ഫ്രിഞ്ചസ്, FRINGS. അവ ഡാർക്കും ബ്രൈറ്റും സ്ട്രിപ്പുകളായിരിക്കും, ബാൻഡുകളായിരിക്കും. ഇനി നമ്മൾ പറയുന്നത് ഈ ലൈറ്റ് വേവ് ഇക്വേഷനാണ്. ലൈറ്റ് വേവ് ഇക്വേഷൻ അതൊന്ന് പഠിക്കണം. വേവ് ഇക്വേഷൻ ഓർ ഇക്വേഷൻ ഓഫ് ലൈറ്റ് വേവ്. ഇപ്പോൾ ലൈറ്റ് വേവ് ഒരു സിമ്പിൾ ഹാർമോണിക് വേവാണ്. നിങ്ങൾ കേട്ട് കാണുമോ? ലൈറ്റ് വേവ് ട്രാൻസ്വേഴ്സ് വേവാണ്, അത് സിമ്പിൾ ഹാർമോണിക് വേവാണ്. സിമ്പിൾ ഹാർമോണിക് മോഷൻ്റെ ഇക്വേഷൻ കൊണ്ട് ലൈറ്റ് വേവിനെ സൂചിപ്പിക്കാം. അതാണ് പറയാൻ പോകുന്നത്. ലൈറ്റ് വേവ് ഈസ് എ സിമ്പിൾ ഹാർമോണിക് വേവ് ആൻഡ് ഇറ്റ് ഈസ് റെപ്രസെൻറ്റഡ് ബൈ ദി ഇക്വേഷൻ y = a sin omega t plus epsilon.
വൈ ഇസ് ഈക്വൽ ടു എ സൈൻ ഒമേഗ ടി പ്ലസ് എപ്സിലൺ, ഈ പോലെ എഴുതുന്ന എപ്സിലൺ അറിയാമല്ലോ, ഇക്വേഷൻ നമ്പർ 1. അപ്പോൾ വൈ ഇസ് ഈക്വൽ ടു എ സൈൻ ഒമേഗ ടി പ്ലസ് എപ്സിലൺ എന്ന് പറയുന്നത് ഒരു സിമ്പിൾ ഹാർമോണിക് വേവിൻ്റെ ഇക്വേഷനാണ്. ലൈറ്റ് വേവ് സിമ്പിൾ ഹാർമോണിക് വേവ് ആയതുകൊണ്ട് ഈ ഇക്വേഷൻ ലൈറ്റ് വേവിനെ സൂചിപ്പിക്കാൻ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ വൈ ഇസ് ഈക്വൽ ടു എ സൈൻ ഒമേഗ ടി പ്ലസ് എപ്സിലൺ ഈസ് എ ലൈറ്റ് വേവ് ഇക്വേഷൻ ഓർ വേവ് ഇക്വേഷൻ. അപ്പോൾ ഇതിനകത്ത് എന്തൊക്കെയാണ് ടേമുകൾ നോക്കുക. വൈ ഇസ് ദ ആംപ്ലിറ്റ്യൂഡ്, വൈ ഇസ് ദ ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് ദി വേവ്, എ ഇസ് ദ ആംപ്ലിറ്റ്യൂഡ്, ഒമേഗ ആംഗുലർ വെലോസിറ്റി. ആംഗുലർ വെലോസിറ്റി നമ്മൾ ഇനി അങ്ങോട്ട് വിളിക്കുന്ന മറ്റൊരു പേര് ആംഗുലർ ഫ്രീക്വൻസി എന്നാണ്. ഒമേഗ 2πf എന്ന് പറയും, അല്ലെങ്കിൽ 2πν എന്ന് പറയും. ഒമേഗയെ ആംഗുലർ ഫ്രീക്വൻസി എന്നാണ് നമ്മൾ ചെറിയ ക്ലാസ്സിലൊക്കെ പറയുന്നത്. ഇനി അങ്ങോട്ട് ആംഗുലർ വെലോസിറ്റി എന്ന് പറയും. ഇനി അങ്ങോട്ട് ആംഗുലർ ഫ്രീക്വൻസി എന്നാണ് വിളിക്കുന്നത്. അങ്ങനെ വിളിക്കാം. ടി ടൈം ആൻഡ് എപ്സിലോൺ ഇനിഷ്യൽ ഫേസ്. എപ്സിലോൺ വെച്ചാൽ അറിയാമല്ലോ, ഈ പോലെ എഴുതും. അതൊക്കെ സി എഴുതി നടുക്ക് ഒരു വര വരച്ചാൽ മതി. അതാണ് എപ്സിലോൺ ഇനിഷ്യൽ ഫേസ്. ദ ഇക്വലൻ്റ് ഫോം ഓഫ് ഇക്വേഷൻ നമ്പർ 1 ഈസ് y is equal to a sin 2π by lambda into vt plus x. Equation number 2, where lambda is wavelength, v velocity wave and x path difference. അപ്പോൾ ഒന്നാമത്തെ ഇക്വേഷൻ ആണ് y is equal to a sin omega t plus epsilon. അതിന് പകരമുള്ള ഇക്വേഷനാണ് y is equal to a sin 2π by lambda into vt plus x. രണ്ടും ഒരേ കാര്യങ്ങളാണ് സൂചിപ്പിക്കുന്നത്. രണ്ടിനും ഒരേ മീനിങ് ആണ്. രണ്ട് ലൈറ്റ് വേവ് ഇക്വേഷനാണ്, അല്ലെങ്കിൽ രണ്ട് വേവ് ഇക്വേഷനാണ്. അപ്പോൾ ഒന്നാമത്തേൽ ഒമേഗയിൽ കാര്യങ്ങൾ പറയും, രണ്ടാമത്തേൽ ലാംഡയിലാണ് കാര്യങ്ങൾ പറയുന്നത്. അതാണ് വ്യത്യാസം. അപ്പോൾ വി വെലോസിറ്റി വേവാണ്. ഈ രണ്ട് ഇക്വേഷൻ ഒന്നാണെന്ന് കാണിക്കുന്ന ഒരു ചെറിയ പ്രൂഫാണ് ഇവിടെ ഇരിക്കുന്നത്. അതായത് നമ്മൾ y is equal to a sin omega t plus epsilon എന്ന് പറഞ്ഞാലും y is equal to a sin 2π by lambda into vt plus x എന്ന് പറഞ്ഞാലും ഒന്നാണെന്ന് കാണിക്കുന്ന ഒരു ചെറിയ പ്രൂഫാണ് ഈ കൊടുത്തിരിക്കുന്നത്. ഇവിടെ നോക്കൂ, ഒമേഗ 2πν 2πf എന്നൊക്കെ പറയാറില്ലേ ഒമേഗ, വേർ ന്യൂ ഈസ് ഫ്രീക്വൻസി, ന്യൂ ആണ് സാധാരണയുള്ള ഫ്രീക്വൻസി, ഒമേഗ ആംഗുലർ ഫ്രീക്വൻസി. പിന്നെ ഈ ഫേസ് ഡിഫറൻസ് ആണ് എപ്സിലൺ, ഇനിഷ്യൽ ഫേസ് എപ്സിലൺ. ആ ഇനിഷ്യൽ ഫേസിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് ഫേസ് ഡിഫറൻസ്. അത് 2π by lambda into x എന്നാണ്. 2π by lambda into x. എക്സിനെ വിളിക്കുന്ന പേര് പാത്ത് ഡിഫറൻസ് പറയും, പാത്ത് ഡിഫറൻസ്. അങ്ങനെ ഒരു ടേമുണ്ട്. അല്ലെങ്കിൽ ഇവിടെ ഈ ഇൻ്റർഫറൻസിൽ വരുന്ന രണ്ട് പ്രധാനപ്പെട്ട ടേമുകളാണ് പാത്ത് ഡിഫറൻസും ഫേസ് ഡിഫറൻസും. അതെന്താണെന്ന് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യും ഉടനെ തന്നെ. അപ്പോൾ രണ്ട് ടേമുണ്ട്, പാത്ത് ഡിഫറൻസ്, ഫേസ് ഡിഫറൻസ്. പാത്ത് ഡിഫറൻസിനെ എക്സ് എന്നോ ഡെൽറ്റ എന്നോ സൂചിപ്പിക്കാം. പാത്ത് ഡിഫറൻസിനെ എക്സ് എന്നോ ഡെൽറ്റ എന്നോ പറയാം. ഫേസ് ഡിഫറൻസിനെ എപ്സിലൺ എന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ ചിലപ്പോൾ ഫൈ എന്നൊക്കെ പറയും, ഫൈ. ഇവിടെ എപ്സിലൺ. അപ്പോൾ ഈ ഒമേഗ 2πν എപ്സിലൺ 2π by lambda into x ആകുമ്പോൾ ആ രണ്ട് വാല്യൂ നമുക്ക് ആ മുകളിലത്തെ ഇക്വേഷനകത്ത് കൊടുക്കാമല്ലോ. അപ്പോൾ y is equal to a sin omega 2πν t plus epsilon 2π by lambda into x. അടുത്ത സ്റ്റെപ്പ് y is equal to a sin. ആ ബ്രാക്കറ്റിലുള്ള ടേമിൽ നിന്ന് 2π by lambda പുറത്തേക്ക് എടുക്കണം. അപ്പോൾ രണ്ടാമത്തെ ടേമിൽ 2π by lambda ഉണ്ട്, അത് നമുക്ക് എടുക്കാം. പക്ഷെ ഒന്നാമത്തേനകത്ത് 2π by lambda ഇല്ല. അപ്പോൾ അത് കോമ്പൻസേറ്റ് ചെയ്യാൻ നമ്മൾ അകത്തൊരു ലാംഡ കൊണ്ട് ഗുണിക്കണം. എന്നാലേ 2π by lambda പുറത്തേക്ക് എടുക്കാൻ പറ്റുകയുള്ളൂ. അപ്പോൾ 2π by lambda പുറത്തേക്ക് എടുക്കുമ്പോൾ ലാംഡ കോമ്പൻസേറ്റ് ചെയ്യാൻ അകത്ത് ലാംഡ കൊണ്ട് ഗുണിക്കുമ്പോൾ നമുക്ക് ന്യൂ ലാംഡ ടി എന്ന് കിട്ടും. പിന്നെ എക്സ് പ്ലസ് എക്സ്. അപ്പോൾ അടുത്ത സ്റ്റെപ്പായിട്ട് y is equal to a sin 2π by lambda. എന്താണ് ന്യൂ ലാംഡ? നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിക്കുമല്ലോ. ന്യൂ ലാംഡ ഈസ് എഫ് ലാംഡ ഈസ് വെലോസിറ്റി എന്ന് പറയത്തില്ലേ. അപ്പോൾ ആ ന്യൂ മാറി വി ആകും. ഇപ്പോൾ രണ്ടിലെ എഴുത്ത് വ്യത്യാസം നോക്കുക. ആ താഴത്തെ രണ്ട് ലൈനുകളിൽ മുകളിലത്തെ ലൈനകത്ത് ന്യൂ ആണ്, താഴത്തിനകത്ത് വി ആണ്, വി ടി പ്ലസ് എക്സ്. അതിൻ്റെ കാരണം വി ഇസ് ന്യൂ ലാംഡ സൈഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. വി ഇസ് ന്യൂ ലാംഡ, വെലോസിറ്റി ഈസ് ഫ്രീക്വൻസി ഇൻറ്റു വേവ് ലെങ്ത്. അപ്പോൾ അങ്ങനെ അപ്പോൾ എന്ത് മനസ്സിലായി? ഈ അവസാനം എഴുതിയ ഇക്വേഷനും നമ്മൾ ആദ്യം തുടങ്ങിയ ഇക്വേഷനും ഒന്നാണെന്ന് മനസ്സിലായി. അങ്ങനെയാണ്
ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് മാറുന്നത്. ഇൻ്റർഫറൻസിൽ നമുക്ക് 2 ഇക്വേഷൻ ഉപയോഗമുണ്ട്, എങ്കിൽ രണ്ടാമത്തതിനാണ് കൂടുതൽ പ്രാധാന്യം. ഇനി ഞാൻ പറഞ്ഞ ഒരു വാക്കുണ്ടല്ലോ, എന്താണ് ഈ പാത്ത് ഡിഫറൻസ് ആൻഡ് ഫേസ് ഡിഫറൻസ് എന്ന് പറഞ്ഞത്? എക്സ്പ്ലെയിൻ ഞാൻ പറഞ്ഞിരിക്കുന്നത് പാത്ത് ഡിഫറൻസ് ആൻഡ് ഫേസ് ഡിഫറൻസ്. അത് മനസ്സിലാക്കുകയാണെങ്കിൽ താഴത്തെ ഒരു പടമുണ്ട്, ആ പടം ഒന്ന് കണ്ടിട്ട് നമുക്കത് വായിച്ചു നോക്കാം. ഈ പടം നോക്കിയാൽ നമുക്ക് പാത്ത് ഡിഫറൻസ് മനസ്സിലാകും. എ ബി 2 സോഴ്സുകളാണ്, എ ബിയും. പി എന്ന് പറയുന്നത് സ്ക്രീനിലെ ഒരു പോയിൻ്റാണ്, കുറച്ച് മാറിയുള്ളൊരു പോയിൻ്റാണ്. പടം നോക്കിയാൽ മനസ്സിലാകും പിയിലേക്കുള്ള അകലം എയിൽ നിന്ന് കുറവും ബിയിൽ നിന്ന് കൂടുതലുമാണ്. ആ പടം നോക്കിയാൽ ബിയിൽ നിന്ന് ദൂരം കൂടുതലാണ്, അതായത് ബി പി ഗ്രേറ്റർ ദാൻ എ പി ആണ് ഈ പടത്തിൽ. അങ്ങനെ ഇപ്പോൾ എയിൽ നിന്ന് എ ഒരു ലൈറ്റ് സോഴ്സാണ്, നമ്മുടെ കൊഹറൻ്റ് സോഴ്സിൽ ഒന്നാണ്, ബി മറ്റൊന്നാണ്. പി എന്ന് പറയുന്നത് കുറച്ച് മാറിയുള്ള സ്ക്രീനിലെ പോയിൻ്റാണ്. അപ്പോൾ എ ക്ലോസ് ആയിട്ടിരിക്കുന്നു, ബി അല്പം അകലിരിക്കുന്നു. അപ്പോൾ അവ രണ്ടിൽ നിന്നാണ് വേവ്സ് ആരംഭിച്ച് പിയിലെത്തുന്നത്, എന്നിട്ട് ഇൻ്റർഫിയർ ചെയ്യുന്നത്. അപ്പോൾ 2 വേവും വ്യത്യസ്തമായ ദൂരമാണ് സഞ്ചരിക്കുന്നത്. അങ്ങനെ സഞ്ചരിച്ചാൽ നമ്മൾ പറയും അവിടെ പാത്ത് ഡിഫറൻസ് ഉണ്ടെന്ന് പറയും. അപ്പോൾ ഇങ്ങനെ നമുക്ക് എന്താ പാത്ത് ഡിഫറൻസ്? ബി പി മൈനസ് എ പി, ആ കൂടിയ ദൂരത്തിൽ നിന്ന് കുറഞ്ഞ ദൂരത്തിൽ നിന്ന് ആ വഴിയുടെ വ്യത്യാസം, സഞ്ചരിക്കുന്ന ദൂരത്തിൻ്റെ വ്യത്യാസം, ആ ദൂര വ്യത്യാസത്തെ വിളിക്കുന്ന പേരാണ് പാത്ത് ഡിഫറൻസ്. അപ്പോൾ ഇനി നമുക്ക് ആ ഫസ്റ്റ് പോയിന്റിലേക്ക് പോവാം. പാത്ത് ഡിഫറൻസ് ആൻഡ് ഫേസ് ഡിഫറൻസ് എക്സ്പ്ലെയിൻ. കൺസിഡർ 2 വേവ്സ് സ്റ്റാർട്ടിങ് ഫ്രം എ ആൻഡ് ബി. നമ്മൾ താഴെ പടത്തിൽ കണ്ടതാണ്. കൺസിഡർ 2 വേവ്സ് സ്റ്റാർട്ടിങ് ഫ്രം എ ആൻഡ് ബി ആർ റീച്ചിങ് അറ്റ് പി ആഫ്റ്റർ ട്രാവലിംഗ് അൺഈക്വൽ ഡിസ്റ്റൻസസ്. വ്യത്യസ്തമായ ദൂരം സഞ്ചരിച്ചിട്ട് 2 വേവുകൾ എയിൽ നിന്ന് ബിയിൽ നിന്നും സഞ്ചരിച്ച് പിയിലെത്തുകയാണ്. ദെൻ ദെയർ ഈസ് പാത്ത് ഡിഫറൻസ്. അപ്പോൾ പാത്ത് ഡിഫറൻസ് ഉണ്ട്. ഇത് പാത്ത് ഡിഫറൻസ് ഡെൽറ്റ ഈസ് ബി പി മൈനസ് എ പി. ആ ദൂരവ്യത്യാസമാണ് പാത്ത് ഡിഫറൻസ് എന്ന് വിളിക്കുന്നത്. പാത്ത് ഡിഫറൻസിൻ്റെ സിമ്പിൾ ഡെൽറ്റ ആണ് കേട്ടോ. ഡെൽറ്റ എന്നോ എക്സ് എന്നോ പറയാം. ഇവിടെ നമ്മൾ ഡെൽറ്റയാണ് ഉപയോഗിക്കുന്നത് തൽക്കാലം. അപ്പോൾ ആ പടം, ഈ പടത്തിലാണ് പാത്ത് ഡിഫറൻസ് ഡെൽറ്റ ബി പി മൈനസ് എ പി എന്ന് പറയുന്നത്. അങ്ങനെ പാത്തുണ്ടെങ്കിൽ ആ പാത്തിനെ ഫേസ് ആക്കാൻ, ഇപ്പോൾ ഫേസ് നമ്മൾ ഇൻ്റർഫറൻസ് പറഞ്ഞ മറ്റൊരു ടൈമാണ്. ഫേസ് ഡിഫറൻസ് ആക്കാൻ 2π/λ കൊണ്ട് ഗുണിക്കണം. ലാംഡ ആണ് വേവ് ലെങ്ത്, പൈയുടെ വാല്യൂ 3.14. അപ്പോൾ ഡെൽറ്റയെ പാത്ത് ഡിഫറൻസിന് 2π/λ കൊണ്ട് ഗുണിച്ചാൽ അത് ഫേസ് ഡിഫറൻസ് ആയിട്ട് മാറും. സോ ഫേസ് ഡിഫറൻസ് എപ്സിലോൺ ഈസ് 2π/λ into delta. For example, a path of λ/2 is a phase of pi. Phase of pi എന്നാണ് അർത്ഥം കേട്ടോ. A path of λ/2 is a phase of pi. അതായത് λ/2 പാത്ത് എന്ന് പറഞ്ഞാൽ പൈ ഫേസ് തുല്യമാണ്. അതിന് കാരണം നോക്കി, ആ മുകളിലത്തെ ഇക്വേഷനകത്ത് ഡെൽറ്റയുടെ സ്ഥാനത്ത് λ/2 ഇട്ട് നോക്കുക. ഇപ്പോൾ λ/2 ഇട്ട് നോക്കിയാൽ അവിടെ നമുക്ക് ലാംഡയും വിട്ടും 2 വിട്ടും എപ്സിലോൺ പൈ എന്ന് കിട്ടും. അതാണ്. ഫോർ എക്സാമ്പിൾ, എ പാത്ത് ഓഫ് λ/2 ഈസ് എ ഫേസ് ഓഫ് പൈ ആൻഡ് എ പാത്ത് ഓഫ് ലാംഡ ഈക്വൽ ടു എ ഫേസ് 2π. ഇപ്പോൾ മുകളിലത്തെ ഇക്വേഷനകത്ത് ഡെൽറ്റയുടെ സ്ഥാനത്ത് ലാംഡ ഇട്ടാൽ നമുക്ക് എപ്സിലോൺ 2π എന്ന് കിട്ടും. ആൻഡ് സോ ഓൺ, അങ്ങനെ പോകും. പാത്ത്, ടൈം ആൻഡ് ഫേസ് are interrelated and their relationship can be illustrated by the following table. ഈ പാത്തും ഫേസും ടൈമും ഫേസും അത് മൂന്നും പരസ്പരം ബന്ധപ്പെട്ടതാണ്. അത് നമുക്കൊരു ടേബിളിലൂടെ സൂചിപ്പിക്കുക. ഒരു ടേബിൾ നമ്മൾ സൂചിപ്പിക്കാൻ പോവുക. ഇതാണ് ടേബിള്. എന്താണ് ഈ ടേബിളെന്ന് നോക്കിയേ. ആദ്യ കോളത്തിൽ ടൈം ടി, സ്മോൾ ടി, രണ്ടാമത്തേൽ പാത്ത് ഡെൽറ്റ, മൂന്നാമത്തേൽ ഫേസ് എപ്സിലോൺ. ഒരു പാത്ത് ലാംഡ, ഒരു ടൈം T/4 എന്ന് പറഞ്ഞാൽ ഒരു പാത്ത് λ/4 ആണ്, ഫേസ് എപ്സിലോൺ π/2 ആണ്. ഒരു ടൈം T/2, പീരീഡ് ബൈ ടൈം T/2 എന്ന് പറഞ്ഞാൽ അത് λ/2
പാത്തിന് തുല്യമാണ്. അത് ഫേസ് പൈ ആണെന്ന് മുമ്പ് പറഞ്ഞേ ഉള്ളൂ നമ്മൾ. അതുപോലെ ഒരു ടൈം പീരിയഡ് ടിക്ക് തുല്യമാണെങ്കിൽ അത് ലാംഡ പാത്ത് തുല്യമാണ്, 2π ഫേസ് തുല്യമാണ്. നിങ്ങൾക്കത് മനസ്സിലാകുന്ന കാര്യങ്ങൾ. അതായത് ടി എന്ന് പറഞ്ഞാൽ പീരീഡ്, ടൈം ഫോർ 1 റെവല്യൂഷൻ, 1 റൊട്ടേഷൻ പറയും ടി എന്ന് പറഞ്ഞാൽ. ലാംഡ എന്ന് പറഞ്ഞാൽ അതാണ്, ഇറ്റ് ഈസ് ദ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ലൈറ്റ് ഇൻ ദ ടൈം ഓഫ് 1 വൈബ്രേഷൻ, ദാറ്റ് ഈസ് ടി സെക്കൻഡ്. പറയണമെന്നായില്ലേ? ലാംഡ എന്ന് പറഞ്ഞാൽ ഡെഫിനിഷനെ പിന്നെ പഠിക്കുന്നത് അങ്ങനെയാണ്. ഇറ്റ് ഈസ് എ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ദ വേവ് ഇൻ ദ ടൈം ഓഫ് 1 വൈബ്രേഷൻ. 1 വൈബ്രേഷൻ്റെ ടൈമാണ് ടി എന്ന് പറയുന്നത്. ഇപ്പോൾ ടി ലാംഡയെ ബന്ധിപ്പിക്കാം. ടി ടൈം, ലാംഡ ദൂരം. ഇനി ഫേസ് 2π ആണ്. കാരണം ഒരു സർക്കുലർ മോഷൻ്റെ ടൈമാണ് പീരീഡ് ടി. ഒരു സർക്കുലർ മോഷനിൽ ഒരു വൃത്തം കറങ്ങുമ്പോൾ സെൻറ്ററിൽ ഉണ്ടാക്കുന്ന ആംഗിൾ 2π ആണത്. അപ്പോൾ ഇറ്റ് ഈസ് 2π. അപ്പോൾ ടൈം, പാത്ത്, ഫേസ് മൂന്നും ഇൻ്റർ റിലേറ്റഡ് ആണ്. ഈ ടൈമും പാത്തും നമ്മൾ സാറിന് ബന്ധിപ്പിക്കാറുള്ളതാണ്. ഇപ്പോൾ ഇവിടുന്ന് കോളേജിലേക്ക് എത്ര ദൂരമുണ്ട്, നമ്മൾ പറയും 1 കിലോമീറ്റർ ഉണ്ടെന്ന് പറയും, അല്ലെങ്കിൽ 1/2 കിലോമീറ്റർ ഉണ്ടെന്ന് പറയും. ചില പറയും 5 മിനിറ്റ് ഉണ്ടെന്ന് പറയും. അപ്പോൾ ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് എത്ര ദൂരമുണ്ട്? ചിലർ പറയും വളരെ കുറച്ച് ദൂരം, 1 കിലോമീറ്റർ എന്ന് പറയും. മറ്റു ചിലർ പറയും ഒരു 6 മിനിറ്റ് എന്നൊക്കെ പറയും. അപ്പോൾ അങ്ങനെ ബന്ധിപ്പിക്കാറുണ്ട്. അതുപോലെ നമുക്ക് ഈ ആംഗിളുമായിട്ട് ബന്ധിപ്പിക്കാം എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത്രയും പറഞ്ഞിരുന്ന ചില ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണിത്. ഗിവ് ദ വേവ് ഇക്വേഷൻ ഓഫ് എ ലൈറ്റ് വേവ്. നമ്മൾ 2 തരത്തിൽ പറഞ്ഞിട്ടുണ്ട്. ക്വസ്റ്റ്യൻ നമ്പർ 2, വാട്ട് ആർ പാത്ത് ഡിഫറൻസ് ആൻഡ് ഫേസ് ഡിഫറൻസ്, ഹൗ ദേ ആർ റിലേറ്റഡ് എന്നുള്ള ചോദ്യം. അപ്പോൾ ഞാൻ ആ ടേബിൾ പറഞ്ഞതിൽ മിഡിൽ ടേം നോക്കി. ആ ടേബിളിനകത്ത് ആ മിഡിൽ ടേം T/2 is λ/2 is π എന്നുള്ളത്, അതിന് സൈഡിൽ ലെഫ്റ്റിൽ ഞാൻ ഇമ്പോർട്ടൻ്റ് എന്ന് എഴുതിയിട്ടുണ്ട്. ഇമ്പോർട്ടൻറ്റ് ഉണ്ടോ? അത് മാത്രം ഇമ്പോർട്ടൻ്റ് ചെയ്യും. കാരണം നമ്മൾ ഈ ചാപ്റ്റർ പെട്ടെന്ന് എഴുതത്തില്ല, കുറേ മണിക്കൂർ വേണം. ഈ ചാപ്റ്റർ കഴിഞ്ഞ് അടുത്ത ചാപ്റ്റർ ഡിഫ്രാക്ഷനിലേക്ക് ചെല്ലുമ്പോൾ അവിടെ ഒരു ഹാഫ് പീരീഡ് സോൺ എന്നൊരു സാധനമുണ്ട്. ഹാഫ് പീരീഡ് സോൺ എന്ന് പറയുന്ന ഒരു ചെറിയ നോട്ട് നമുക്ക് പഠിക്കാറുണ്ട്. ആ ഹാഫ് പീരീഡ് സോണിൽ ഈ ഐഡിയയാണ് കൊടുക്കുന്നത്, ഈ T/2 ഐഡിയ കൊടുക്കുന്നത്. T/2 എന്ന് പറഞ്ഞാൽ λ/2 തുല്യമാണെന്ന് ഐഡിയ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവിടെ ഹാഫ് പീരീഡ് സോൺ എന്ന് പറയുമ്പോൾ അവിടെ ശരിക്കും വരുന്നത് ഈ ടൈമല്ല വരുന്നത്, മറിച്ച് ലാംഡയാണ്. അപ്പോൾ λ/2 പാത്ത് ഡിഫറൻസ് വരുമ്പോൾ അത് T/2 ടൈം ഡിഫറൻസ് ആണ്. അതുകൊണ്ടാണ് അത്തരം സോണുകളെ നമ്മൾ ഹാഫ് പീരീഡ് സോൺ എന്ന് പറയുന്നത്. അപ്പോൾ ഈ എക്സ്പ്രഷൻ നമ്മൾ പിന്നീട് സെക്കൻഡ് ചാപ്റ്റർ ഡിഫ്രാക്ഷൻ ചാപ്റ്ററിനകത്ത് ഉപയോഗിക്കും. അന്നേരം ഇത് ഓർപ്പിക്കും അവിടെ. അന്നേരം ഈ ടേബിളിൻ്റെ കാര്യം ഒന്ന് ഓർത്ത് കൊള്ളണം. That is all with your first lecture on interference optics. Thank you very much.